ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ ഇതുപോലെ ബൗളിൽ ഒരു ചട്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ വെച്ചതിന് ശേഷം ഒരു ഉപ്പേരിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു സ്പൂണൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് താഴേക്ക് വീഴാനാണ് ചാൻസസ്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നല്ല ഗ്രിപ്പായിട്ട് ആ ഒരു സ്പൂൺ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ആ ഒരു സ്പൂൺ വെക്കുമ്പോൾ നല്ല ഗ്രിപ്പായിട്ട് ആ ഒരു സ്പൂൺ നമ്മൾ വെക്കുന്നിടത്ത് ഇരുന്നോളൂ കേട്ടോ. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് പാലൊഴിച്ച് തിളപ്പിക്കാറാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടി പിടിച്ച് പിന്നീട് ആ ഒരു പാത്രം കഴുകുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അല്ലാണ്ട് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ നിങ്ങൾ പാലൊഴിച്ച് തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പാല് തിളച്ച് പിന്നീട് നമ്മൾ ആ ഒരു പാത്രം കഴുകുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്കത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ പാലൊക്കെ ഇതുപോലെ തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പാല് തിളച്ച് പോകുന്നത് നമ്മൾ വിട്ടുപോകും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പാല് താഴേക്ക് പോയി ഒരുപാട് വീണ്ടും ജോലിയൊക്കെ ആവും. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മളിത് ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ പാലൊഴിച്ച് ആ ഒരു പാത്രത്തിൻ്റെ മേലെ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് നെയ്യാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ ശ്രദ്ധയില്ലാണ്ട് പാല് വിട്ട് കഴിഞ്ഞാൽ തിളച്ച് പുറത്തേക്ക് വരാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് നമുക്ക് തിളച്ച് പൊന്തി വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഒരു പാല് നന്നായിട്ട് മുകളിലേക്ക് വന്നാലും നമുക്ക് പുറത്തേക്ക് വീഴാത്ത രീതിയിൽ നമ്മൾ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പാല് പുറത്തേക്ക് തിളച്ച് ചിന്തി വരില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പാല് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫാക്കാണ്ട് 1 മിനിറ്റ് സമയത്തേക്കെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വിട്ട് ആ ഒരു പാല് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ദിവസത്തേക്ക് നമുക്ക് ആ ഒരു പാല് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം ശർക്കര പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഞാനിതാ ഈ ഒരു അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിച്ചതാണ്. അത് ഞാനിതാ ഈ ഒരു അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നല്ല ചൂടോട് കൂടിയുള്ള പാലാണ് കേട്ടോ. ഇപ്പം നല്ല മാറി വരുന്ന കാലാവസ്ഥയാണ്, നല്ല തണുപ്പുള്ള സമയമാണ്. പെട്ടെന്നൊക്കെ കോൾഡ്, നമുക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ആഴ്ചയിൽ 1-2 തവണ നമ്മൾ ഇതുപോലെ ഒന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്നൊക്കെ ഈ ഒരു കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ ഇതുപോലെ ഒന്ന് ചെറിയവർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് കർപ്പൂരമാണ്. ഞാൻ 2 കർപ്പൂരം ഇതുപോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനീഗറാണ്. അപ്പോൾ ഈ ഒരു അളവ് വിനീഗറും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു വിനീഗറും കർപ്പൂറും കൂടെ നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ പല്ലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാടെ നീക്കം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഡൈലൂട്ട് ആവാത്ത കർപ്പൂരമൊക്കെ നല്ല രീതിക്ക് അതിലൊന്ന് മിക്സായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. ഇതുമൂലം നമുക്ക് തറയൊക്കെ നമ്മുടെ വീട് തുടയ്ക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഗ്യാസ് ടോപ്പൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് ആ ഒരു പല്ലിശല്യം നമുക്ക് പാടെ ഉണ്ടാവില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു നല്ലൊരു സൊല്യൂഷനാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല 2 വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2 നല്ല വലിയ ക്യാരറ്റ് എടുത്ത് നല്ല വൃത്തിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് നല്ല രീതിയിൽ ഞാനിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം ഒന്ന് നോക്കാം. നമുക്കിത് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൂടെ നമുക്ക് നമ്മുടെ ടിപ്പിലേക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ തന്നെയാണ് ക്യാരറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ, നല്ല ചെക്കിലാട്ടിയ വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആ ഒരു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റൊക്കെ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പ് സമയമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കൈകാലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ ലോഷനും കാര്യങ്ങളൊക്കെ വാങ്ങി തേക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വലിയവരാണെങ്കിലും കയ്യിലും കാലിലൊക്കെ തേക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഫേസിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഡ്രൈനസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ക്യാരറ്റ് കൊണ്ടും വെളിച്ചെണ്ണ കൊണ്ടും നമ്മൾ തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി ക്യാരറ്റ് ഓയിലാണ് ഇത്. അപ്പോൾ ഉറപ്പായിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നല്ലൊരു ക്യാരറ്റ് ഓയിലാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് നന്നായിട്ട് ആ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങ് കരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ക്യാരറ്റ് ഒന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾ കുളിക്കാൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കുളിക്കാൻ വയ്ക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കളറൊക്കെ വർദ്ധിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഹോം റെമഡിയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ക്യാരറ്റ് ഓയിലാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓയിൽ ഇവിടെ റെഡി ആയിട്ടാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റിലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ നമ്മൾ റെഡിയാക്കിയ ഒരു ക്യാരറ്റ് ഓയിൽ ഉറപ്പായിട്ട് നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 ടീസ്പൂണോളം പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർപ്പൂരമാണ്. ഞാൻ ഒരു കർപ്പൂരമേ എടുത്തിട്ടുള്ളൂ. അത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആട്ടപ്പൊടിയാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അരിപ്പൊടിയോ കടലമാവോ കടലപ്പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വിനീഗറും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാണ്ട് ആ ഒരു വിനീഗർ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഇതുപോലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വിനീഗർ മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കാനുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് കൈൻ്റെ ഉള്ളിൽ ഇതുപോലൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. കൈൻ്റെ ഉള്ളിനടിയിൽ നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് കോട്ടനാണ്. കോട്ടൺ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ചെറിയ ഉരുളകളായിട്ട് നമ്മളത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസായിട്ട് നമ്മൾ ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് എലിശല്യമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പെരിച്ചായ ശല്യമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു തവണ എലികൾ ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ബോൾസ് കഴിച്ചാൽ പിന്നീട് നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിയാണെങ്കിലും പെരിച്ചാഴയാണെങ്കിലും ഒന്നും വരില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എലിശല്യം മൂലം പെരിച്ചായ ശല്യമൊക്കെ മൂലം രൂക്ഷമായിട്ടുള്ളവർക്ക് പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.